ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നീറ്റിൻ്റെ ഡെയിലി വ്ളോഗ്സ് അല്ല വ്ളോഗ് ഇടാമെന്ന്. അപ്പോൾ ഇപ്രാവശ്യത്തെ നീറ്റ് എന്ന് പറയുന്നത് എന്നെപ്പോലെ ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് ഇനി എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് വർഷം ഇങ്ങനെ കാത്തിരുന്ന് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അനുഭവിച്ച് ഇങ്ങനെ ലാസ്റ്റ് കഴിയുന്നു പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഫുള്ള് നമ്മൾ തകർന്നു പോവാണല്ലേ. പക്ഷെ ഞാൻ തകർന്നു പോയത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളെല്ലാം മാറ്റിവെച്ച് ഇപ്രാവശ്യം നമുക്ക് എന്നെപ്പോലെയുള്ള പിള്ളേർക്ക് നീറ്റ് 2026 നമുക്കങ്ങ് തൂക്കാം ഉറപ്പായിട്ടും. അപ്പം നിങ്ങളും എൻ്റെ കൂടെ നിൽക്കുക, ഓക്കെ? അതേപോലെ തന്നെ 2026 ആകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലുള്ള ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത്, ഒന്ന്, നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും, ഓക്കെ. രണ്ടാമത്തെ ആഗ്രഹം, എൻ്റെ ചാനൽ 1K ആവണം, ആക്കിത്തരണം. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക. എന്നാൽ മാത്രമേ ഞാൻ വ്ളോഗ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻ എല്ലാം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന്, നിങ്ങൾ എന്നെപ്പോലെ നീറ്റ് പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നീറ്റ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം, ഓക്കെ? പിന്നെ അതുപോലെ തന്നെ ഞാൻ എവിടെയാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ. അപ്പോൾ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ, ഓക്കെ? പിന്നെ ഞാൻ വ്ളോഗ് ഇടുന്നത് സൺഡേയിലായിരിക്കും. എല്ലാ സൺഡേയിലും വ്ളോഗ് ഇടും. അതായത് ആ ഒരു വീക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതേപോലെ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തും. പിന്നെ നമുക്കങ്ങനെ ഒരുമിച്ച് പഠിക്കാം, ഓക്കെ? ഇങ്ങനെ തുടങ്ങാം. നമുക്ക് ബേസിൽ തുടങ്ങി നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പോലെ ഓരോ ബ്ലോക്സും ഇങ്ങനെ വെച്ച് അങ്ങ് നമ്മളങ്ങ് കയറി അങ്ങ് പോകും. വീണ്ടും പറയാണ്, നീറ്റ് 2026 നമുക്കങ്ങ് തൂക്കണം, ഓക്കെ? ഇപ്പോഴേ നിങ്ങൾ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ഇപ്പോഴേ എന്ത് ചെയ്യുക, ഡെയിലി റുട്ടീൻസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാം, ഓക്കെ? അതായത് ഞാൻ ഇപ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഇനി ഏകദേശം ബ്രില്യൻ്റ് എന്തായാലും June 2 ക്ലാസ് തുടങ്ങാമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇനി ആകെ നമുക്ക് കറക്റ്റ് 1 വീക്കാന്നുള്ളത്. 1 വീക്ക്, ഒരാഴ്ച കറക്റ്റ് ഉണ്ട്. ഈ ആഴ്ച എന്തെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഈവൻ നിങ്ങളിപ്പോൾ മോർണിംഗ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നൈറ്റ് പേഴ്സൺ ആയിരിക്കാം, എന്തോ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ സത്യത്തിൽ എനിക്ക് മോർണിംഗ് പേഴ്സണാണ്. ഞാനൊരു മോർണിംഗ് പേഴ്സണാണ് കേട്ടോ. എനിക്ക് മോർണിംഗ് എണീക്കാനും പഠിക്കാനും എനിക്കിഷ്ടം. കാരണം ഞാനൊരു തവണ അല്ലെങ്കിൽ ഒരു കുറച്ച് കാലം ഞാനങ്ങനെ നൈറ്റ് എണീക്കാറുണ്ടായിരുന്നു. നൈറ്റ് എണീച്ചിട്ട് പഠിക്കും. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ഞാനെടുത്ത തീരുമാനമായിരുന്നു നൈറ്റ് പഠിക്കുക എന്നുള്ളത്. കാരണം നൈറ്റ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു ഡ്രങ്കൻ പോലെ ആയിരുന്നു ഞാൻ. രാവിലെ എണീക്കാനൊന്നും എനിക്ക് പറ്റില്ല. രാവിലെ 8 മണിക്ക് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എണീക്കുന്ന തന്നെ 10, 10:30, 12:00 എണീക്കുക. പിന്നെ ഫുള്ള് ഡാർക്ക് സർക്കിൾസും. ഇപ്പോഴും ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, കാണാമോ? ഉണ്ട് കേട്ടോ. ഞാൻ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മേക്കപ്പ് ഒന്നും ഇടാറില്ല. അപ്പോൾ നൈറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ മാത്രം പഠിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, നിങ്ങളത് ഫോളോ ചെയ്യുക. ഉറക്കമൊക്കെ നിങ്ങൾക്ക് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മോർണിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ മോർണിംഗ് ഷിഫ്റ്റ് ആയപ്പോൾ അല്ലെങ്കിൽ മോർണിംഗിൽ എണീച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു കുറേ ടൈം ഉള്ളതുപോലെ, അല്ലെങ്കിൽ നല്ലൊരു ഫീലിംഗ് ഗുഡ്, അത്രയേ ഉള്ളൂ. ഞാൻ ഞാൻ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൺഡേ വ്ളോഗ്സ് ഇടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നീറ്റ് പഠിക്കുന്ന ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പ്രഷനൊക്കെ എന്തെങ്കിലും ആകുന്നുണ്ടാവും. നിങ്ങളതൊന്നും കാര്യമാക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. സോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് മറന്നുപോയി ഗൈസ്. ഞാൻ ഇവിടെ വെച്ചാൽ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ? അതായത് എന്തെങ്കിലും പറയാൻ വരും, പക്ഷേ വേറെ എന്തിലോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ എത്തും. വേറെ എവിടെയെങ്കിലും പോയിട്ട് വരും ചിന്തകൾ. അങ്ങനെയാണ്. ഈ ചിന്തകളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് വീണ്ടും വീഡിയോ ഓഫ് ആക്കിയിട്ട് ഒന്ന് കേട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.